അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഇഷ്ടം പോലെ. മുമ്പൊക്കെ കുറവായിരുന്നു, ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് അവർക്ക് എന്തോ ഒരു ബെനിഫിറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ദുർമന്ത്രവാദമാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ നന്നാവണം എന്നതിലുപരി ബാക്കി ഒരാൾ നശിച്ച് കാണണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അതൊരു ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ, അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ വളരെ അടുത്ത വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കും. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ ഒഴിവാക്കാനും പറ്റില്ല ജീവിതത്തിൽ നിന്ന്. പക്ഷേ വീണ്ടും കാണുകയും വേണം, അല്ലെങ്കിൽ മിണ്ടുകയും വേണ്ടി വരും. പക്ഷേ ഇതാണെന്നറിയാം, ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ കാണുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരും വരാറുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളുള്ളവരും വരാറുണ്ട്. ഇന്ന ആളാണ്, അവർ തന്നെ കൺഫേം ചെയ്ത് പറയാറുണ്ട് നമ്മുടെ അടുത്ത്, ഇന്ന ആളാണ് ചെയ്തത്, പക്ഷെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അവിടെ സാഹചര്യവശാൽ പോയേ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ജപിച്ച് കഴിക്കുക എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഛർദ്ദിച്ച് മുൻപേ ഏറ്റിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് കളയുക. ഛർദ്ദിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഛർദ്ദിക്കുമ്പോൾ ശരിക്കും ഒരു ജെല്ലി പോലൊക്കെ ഛർദ്ദിക്കും. പിന്നെ അത് അവിടെ കിടന്ന് കട്ടിയായി അത് വേറെ കളറിലേക്ക് മാറും. കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൈവശം ഛർദ്ദിക്കുന്നത് കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം ഒന്നാമത്തെ കാര്യം ഇത് മറുപത്യം ചെയ്യണം. ഇപ്പം 21 ദിവസം വ്രതം നിന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് പോകില്ല. ചിലപ്പം അവർ പറയും 3 ദിവസമോ 4 ദിവസമോ 5 ദിവസമോ നോൺ വെജ് കഴിക്കാതെ വന്നോളൂ എന്ന് പറയും. അങ്ങനെയൊന്നും പറ്റില്ല. ഏറ്റവും കുറഞ്ഞ 21 ദിവസമെങ്കിലും വ്രതമെടുത്ത് പോയാൽ മാത്രമേ ഇത് കഴിച്ചിട്ട് നമുക്ക് അതിനോട് കാര്യമുള്ളൂ. അത് കഴിച്ചിട്ട് അതിന് ശേഷം വീണ്ടും 21 ദിവസം എത്ര ദിവസം പഥ്യം എടുത്തോ അത്രയും ദിവസം മറുപഥ്യവും കൂടെ എടുക്കണം. എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ട ഏലസ് പ്രത്യേക രീതിയിലാണ്. ഈ കൈവശത്തിനുള്ള ഏലസ്, ബാധാദോഷങ്ങൾക്കുള്ള ഏലസ് എന്നൊക്കെ പറയുന്നത് ചിലതൊക്കെ ചില സാധനങ്ങൾ ജപിച്ചകത്ത് വയ്ക്കാറുണ്ട്. ചില ചെടികളുടെ വേരുകൾ ജപിച്ചകത്ത് വയ്ക്കും ബാധാദോഷങ്ങൾക്ക് വേണ്ടിയിട്ട്. ചില ചെടികളുടെ വേരുകളൊക്കെ ജപിച്ചകത്ത് വെച്ച് കൊടുക്കുന്നതുണ്ട്. പിന്നെ അത് ഹോമം ചെയ്ത് തകിട് പോലെ തന്നെയാണ് ഹോമം ചെയ്ത് ചില ചെടികളുടെ വേരുകളുണ്ട്, വടക്കോട്ടുള്ള വേര്, അതിന് കാന്തിക ശക്തി, പ്രത്യേക ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്ന ചില വേരുകളുണ്ട്. അത് ജപിച്ച് ഏലസിനകത്ത് ധരിക്കുന്നവരും അങ്ങനെ കൊടുക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. പിന്നെ അതുപോലെ ഏലസ് ധരിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്കിതിനെയൊക്കെ ഒഴിവാക്കി നിർത്താം. നമ്മുടെ അകത്തേക്ക് മന്ത്രം ചെയ്ത സാധനങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ അതിനൊരു ബ്ലോക്ക് ഉണ്ടാവും, നമ്മളിൽ ഒരു റെസിസ്റ്റൻ്റ് പവർ ഉണ്ടാവും സാധാരണയ്ക്ക് അപ്പുറമായിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ എല്ലാ മാസവും 7 ദിവസമെങ്കിലും ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിട്ട് കദളിപ്പഴവും കരിക്കും അതുപോലെ തന്നെ വെണ്ണ ഇതൊക്കെ നിവേദിച്ച് കഴിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ കൽക്കണ്ടം ഇതൊക്കെ നിവേദിച്ച് കഴിക്കുന്നത് നല്ലത്. അവർ സ്ഥിരം കഴിക്കേണ്ടി വരും. സ്ഥിരമേക്കുമെങ്കിൽ സ്ഥിരം കഴിക്കേണ്ടി വരും. ആദ്യത്തെ ഒരുപാട് കാലമായിട്ട് ഏറ്റിട്ടുള്ളത് മാത്രമേ ഛർദ്ദിച്ച് കളയാൻ പറ്റൂ. പിന്നെ ഏക്കുന്നത് നമുക്ക് എന്നും പോയി ഛർദ്ദിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് ഭയങ്കര പാടുള്ള കാര്യമാണ്. അല്ല, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇത് ഏറ്റ് കഴിഞ്ഞു, നമ്മൾ അതിനൊക്കെ ചെയ്ത് മാറ്റി അല്ലെങ്കിൽ ഛർദ്ദിച്ച് കളഞ്ഞു, പിന്നെ ഏൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ ആരോഗ്യം ഗുരുതരമായിട്ട് മാറുകയാണ്. അതെ, പിന്നെ ഛർദ്ദിക്കാനും പറ്റത്തില്ല. എപ്പോഴും ഛർദ്ദിക്കുന്നത് പ്രാക്ടിക്കലല്ല. പിന്നെ അതിനെ ഒഴിവാക്കാനുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. പല രീതിയിൽ ഇപ്പോൾ ഭക്ഷണം അല്ലാതെയും കിട്ടുന്നുണ്ടല്ലോ, ഭക്ഷണത്തിൽ കൂടെ അല്ലാതെയും ദൂരെ നിന്നാണെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ചിലതൊക്കെ ഉണ്ട്, ആവാഹിച്ച് വിടുന്നതൊക്കെ. അതെ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലും നമുക്കിപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അത് ഏലസ് അത് ഈ ബാധാദോഷങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആവാഹിച്ച് വിടുന്നതിനൊക്കെ ഏലസ് മതിയാവും. അകത്ത് പോകുന്നതിനാണ് അങ്ങനെയുള്ള പരിഹാരം. അകത്ത് മരുന്ന് കൊടുത്ത് ഛർദ്ദിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവിഴ അമ്പലത്തിൽ തന്നെ ചെന്നാൽ കാണാം എത്ര ജാതി മതസ്ഥരാണ് അവിടെ വരുന്നത് ഛർദ്ദിക്കാൻ. അവർക്ക് പലർക്കും പുറത്ത് മരമുണ്ട്, മരത്തിൻ്റെ ചോട്ടിൽ നിർത്തി ആ മരുന്ന് കൊടുക്കുന്നവരുണ്ട്. ഹൈന്ദവാചാരപ്രകാരം വിശ്വാസമുള്ളവർക്ക് അത് ആ രീതിയിൽ കൊടുക്കുന്നതുണ്ട്. എത്ര ആൾക്കാർ വരുന്നത്. ഒരു ദിവസം നമ്മളൊന്ന് ചെന്ന് നോക്കിയാൽ അറിയാം. ഭാര്യ ഭർത്താവുമായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരുടെ ഒരു കാര്യമില്ലാതെ വഴക്കും പ്രശ്നങ്ങളും അവരടിച്ച് പിരിയാൻ വേണ്ടിയിട്ട് ആരോ എന്തോ ചെയ്തിരിക്കുന്നതാണ്. അത് മനസ്സിലാവും അവർക്ക് മനസ്സിലാവും. പക്ഷെ അവർ ഹെൽപ്ലെസ്സാണ്. അത് ഭാര്യ എടുത്തു പറഞ്ഞാൽ ഭാര്യയും വിശ്വസിക്കത്തില്ല, ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവും വിശ്വസിക്കത്തില്ല. പിന്നെ ഇത് സിംഗിളായിട്ട് ഓരോരുത്തർ പോയി അതിന് പരിഹാരം ചെയ്ത് കൊണ്ടു കൊടുക്കുകയും കഴിക്കുകയൊക്കെയാണ് പതിവ്.
പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് ഏറ്റവും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും വീണ്ടും നമുക്ക് നിരന്തരം ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സൈക്കോളജിക്കലിയും കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാനസിക രോഗമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പല നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നു, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഇത് കൂടുതൽ നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ ഇത് കൂടുതൽ ഏക്കുക ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ധൈര്യപൂർവ്വം എനിക്കിത് ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ ബാധിക്കില്ല എന്ന് കുറച്ച് വിശ്വസിച്ചാൽ ഇതിന് പുറത്ത് വരാൻ എളുപ്പമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കി ഈ പ്രശ്നങ്ങൾ നേരിടുന്നവർ അതെങ്ങനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? അതിന് പല വഴികളുണ്ട്. മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് മന്ത്രമാണ് ഉപയോഗിക്കുന്നത്, മനോശുദ്ധി വരുത്താനായിട്ട് മന്ത്രമാണ് ഉപയോഗിക്കുന്നത്, ശരീരശുദ്ധി വരുത്താനായിട്ട് ഏലസാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളതിന് പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് എനർജി കൂട്ടാനുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഏലസ് ധരിക്കാൻ പറയും. അപ്പോൾ ഇത് രണ്ടും തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നു. ഈ ഏലസ് ധരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില സമയത്ത് ചിലർക്ക് ഇതൊക്കെ ജപിച്ചൊക്കെ കെട്ടുന്നവരൊക്കെ ഉണ്ട്, ഏലസ് കെട്ടുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പം അവർക്ക് ഈ ഒരുപാട് നെഗറ്റീവ് അറ്റാക്സ് ഉണ്ടായിട്ടായിരിക്കും അത് പൊട്ടി വീഴുന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പൊട്ടി ശരീരത്തിൽ നിന്ന് സ്റ്റോൺസ് പൊട്ടി ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇടുന്നതിൻ്റെ അന്ന് തന്നെ പൊട്ടി വീഴുന്ന, അഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് തിരിച്ച് അവർ കൈവശം കൊണ്ട് കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് അഴിഞ്ഞു പോകണമൊക്കെ സംഭവമാണ്. തിരിച്ച് ജപിച്ച് കെട്ടണം. അതേ ചരട് തന്നെ കെട്ടാം. ചരടിന് എപ്പോഴും 7 ദിവസത്തെ കാലാവധിയേ ഉള്ളൂ. ഏലസ് തിരിച്ചു കെട്ടാം. ഏലസിനകത്ത് യാതൊരു അശുദ്ധിയും ബാധകമല്ല. വീണ്ടും ശുദ്ധി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും ശുദ്ധി ചെയ്യണം, അത് എന്നും ശുദ്ധിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ നമുക്കത് കൊണ്ടുപോയി പാലിലും വെള്ളത്തിലും ഒക്കെ വിധിപ്രകാരം കഴുകി തുളസി തീർത്ഥത്തിലും കഴുകിയ ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ കഴിച്ച് ധരിക്കാം. അപ്പോൾ നെഗറ്റീവ് തോട്ട്സിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങൾ, പ്രത്യേകിച്ച് എനർജി ഉണ്ടാവാനുള്ള മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൈവശങ്ങൾ ഏക്കാതിരിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ശക്തമായ മന്ത്രം ഏതായിരിക്കും? ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ജപിക്കാവുന്ന മന്ത്രത്തിൽ ഏറ്റവും ശക്തമായത് ദേവീ മഹാത്മ്യം 11-ാം അധ്യായമാണ്. എല്ലാ ശത്രുനാശമാണ്, ഫുള്ളും ശത്രുനാശമാണ്. സാധാരണക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. അത് നിരന്തരം അല്ലേ? നിരന്തരം എല്ലാ ദിവസവും ജപിക്കണം. എത്ര നെഗറ്റീവ് എനർജി വന്നാലും അതിനെ നമുക്ക് ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാൻ പറ്റും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറും. ഈ ആൾക്കാർക്ക് ആരും നന്നാവുന്നത് ഇഷ്ടമല്ല. ഒരു കട തന്നെ ഒന്ന് നല്ലതായിട്ട് ഭംഗിയായിട്ട് വന്ന് അതിനെ നശിപ്പിക്കാനായിട്ട്, ഒരു ബിസിനസ്സുകാരെ നശിപ്പിക്കാനായിട്ട് പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും അവർ നശിച്ചു പോകണം. ചുമ്മാ ചെയ്യണവരുണ്ട്, കളിയാക്കി ചെയ്യണവരുണ്ട്. ചിലർ പാവങ്ങൾക്കൊക്കെ വിശ്വാസമുള്ളവർക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കലക്കി ഒക്കെ കൊണ്ടുവന്ന് അവരുടെ കടയുടെ മുമ്പിലൊക്കെ ഇട്ട് അവരെ പേടിപ്പിച്ച് വിഷമിപ്പിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊക്കെ വെറുതെ ചുമ്മാ കാണിച്ചത്, അതിനകത്ത് മന്ത്രമൊന്നും ഇല്ലെന്ന് നമുക്ക് പ്രശ്നം നോക്കുമ്പോൾ തന്നെ അറിയാം, വെറുതെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാണെന്ന് അറിയാം. പക്ഷെ ചില ആൾക്കാർ ഇതൊന്നും പോലെ കൃത്യമായിട്ട് ചെയ്ത് ഫലിപ്പിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഞാനും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എപ്പോഴും ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്നും ഉണ്ടോ ഈ കാലത്ത്? ഒരുപാട് പേരുണ്ടോ എന്നുള്ളത് ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ടൈമിൽ ഞാൻ പറഞ്ഞു തരാം, കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ദുർമന്ത്രവാദം ചെയ്യുന്നത് ഒരു വലിയൊരു കലയാണ്. ആണല്ലേ? അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അത് നല്ല മന്ത്രവാദം ചെയ്യുന്നവർ തന്നെ ദുർമന്ത്രവാദവും ചെയ്യുന്നത്. നല്ല മന്ത്രവാദം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദുർമന്ത്രവാദം ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ദുർമന്ത്രവാദം ചെയ്താൽ പിന്നെ ഒരിക്കലും നല്ല മന്ത്രവാദം ചെയ്യാൻ പറ്റില്ല. ആണല്ലേ? ഇല്ല ഇല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ അറിയാവുന്നവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഇഷ്ടം പോലെ. മുമ്പൊക്കെ കുറവായിരുന്നു, ഇപ്പൊ ഇഷ്ടം പോലെയുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് അവർക്ക് എന്തോ ഒരു ബെനിഫിറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് ദുർമന്ത്രവാദമാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ നന്നാവണം എന്നതിലുപരി ബാക്കി ഒരാൾ നശിച്ചു കാണണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ദുർമന്ത്രവാദം ചെയ്യുന്നവരെ ഉപാസിക്കുന്ന ദേവീദേവന്മാരല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപങ്ങൾ ആരായിരിക്കും? അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മുടെ നല്ല ദേവതകളെ തന്നെ ദുർദേവതകളുടെ രൂപത്തിലേക്ക് മാറ്റി ഉപാസിക്കുന്ന രീതികളുണ്ട്. പിന്നെ ചാത്തൻ തന്നെ നല്ല രീതിയിലുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ളതുണ്ട്. ഉണ്ട്. നല്ലതിനും ദോഷത്തിനും ചെയ്യുന്നതുണ്ട്. ദോഷത്തിന് ചെയ്യുന്നവരെ പിന്നെ ഒരിക്കലും നല്ലതിന് ചെയ്യാനും പറ്റില്ല. ഒരിക്കലും പറ്റത്തില്ല. ഒരു പ്രാവശ്യം ദുർമന്ത്രവാദം ചെയ്താൽ പിന്നെ അവർക്ക് സന്മന്ത്രവാദം ചെയ്താൽ ഒരിക്കലും അവർക്ക് അതിനകത്തൊരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അവർക്ക് ആ ഒരു കർമ്മദോഷം തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അവർ ചെയ്യുന്നത്? കർമ്മദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ദക്ഷിണ വാങ്ങിച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പം ഒരു സന്മന്ത്രവാദം ചെയ്തു. അപ്പം ഉദാഹരണത്തിന് ഞങ്ങൾ ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ ഇവിടെ അല്ലെങ്കിൽ എൻ്റെ അമ്മാവന്മാരാരെങ്കിലും ഇവിടെ വന്നൊരു പൂജ ചെയ്തു.
പൂജ ചെയ്യുമ്പം ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദക്ഷിണ വാങ്ങിക്കാൻ പോലും പേടിയാണ്. കാരണം അവർ നിത്യകർമ്മം ചെയ്യാത്തവരാണ്. അവർ പലക എടുത്ത് വെച്ച് കൊടുത്തിട്ട് പറയും പലകയുടെ പുറത്തോട്ട് അങ്ങോട്ട് വെച്ചോട്ടെ എന്ന് പറയും ദക്ഷിണ. അവർക്ക് ദക്ഷിണ വാങ്ങിക്കുകയും വേണം. അവരുടെ സ്വന്തം കാര്യങ്ങൾ നിത്യകർമ്മങ്ങളിലൊന്നും താല്പര്യമില്ല. ഗായത്രി മന്ത്രം ജപിക്കാത്തവർക്ക് സന്മന്ത്രവാദം ചെയ്താലും ദോഷം വരും. ഈ ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ കർമ്മഫലം നമുക്ക് കിട്ടുകയും അത് മാത്രമല്ല നമ്മൾ ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ കർമ്മഫലം ഇപ്പം ഇവിടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ മാഡത്തിന് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എല്ലാം മാഡത്തിന് കിട്ടും. അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഡെയിലി ക്ലെൻസിങ് ആണ്. ഡെയിലി ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബ്രാഹ്മണർ ക്ലെൻസ് ചെയ്യുന്നത് വെച്ചാൽ ഗായത്രി മന്ത്ര ജപം, നിത്യകർമ്മം, നിത്യോപാസന, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബത്തിൽ തന്നെ ഉപാസന തേവാരമൊക്കെ ഉണ്ടാവും. ഇതൊന്നും ചെയ്യാണ്ട് ചുമ്മാതൊന്നും നമുക്ക് ഇതിനകത്ത് ഒരിക്കലും ഇറങ്ങി ജ്യോതിഷത്തിൽ പോലും പറ്റത്തില്ല. ജ്യോതിഷത്തിൽ പോലും നിലനിൽക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മൾ ചെയ്ത് ആ മന്ത്രം ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോയാൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടും. പക്ഷെ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അവർക്ക് ലൈഫ് തന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. അങ്ങനെ ദുർമന്ത്രവാദം ചെയ്യുന്നവർക്കായാലും ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ കയ്യിൽ ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തതിൻ്റെ എഫക്റ്റ് ബാക്കി ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പം ചെയ്യിപ്പിച്ചവർക്കാണ് അതിൻ്റെ കർമ്മം പോണേ. എന്നാലും ചെയ്തവർക്കൊരു കർമ്മഫലം കിട്ടത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അവർ കുടുംബ പാരമ്പര്യമായിട്ട് അത് അങ്ങനെ ചെയ്ത് വരുന്നത്. അവർക്ക് അതിൻ്റെ രീതി അറിയാം. അവരുടെ മക്കൾക്ക് അത് ബാധിച്ചാലും കുഴപ്പമില്ല. അവർക്ക് അതൊന്നൊരു പ്രശ്നമില്ല. ദക്ഷിണ മാത്രം മതി. അവർക്ക് ദക്ഷിണ മാത്രം മതി. അത് ഹ്യൂജ് ആയിട്ടുള്ള ദക്ഷിണയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ഈ കൂടോത്രം സ്ഥിരമായിട്ട് ഏൽക്കുന്നവർ അല്ലെങ്കിൽ ഇനി ഏൽക്കാതിരിക്കാൻ ഈ കല്ലുപ്പിട്ട വെള്ളത്തിലൊക്കെ കുളിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ അവർക്കൊരു ആശ്വാസം ഉണ്ടാവുമോ? കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അശുദ്ധിയെയും മാറ്റുന്നതാണ്. ഉപ്പുവെള്ളം, കടൽ വെള്ളം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അശുദ്ധിയും മാറ്റും. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പുണ്യാജലം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അശുദ്ധിയും മന്ത്രപൂരിതമായ ജലമാണ് എന്ന് പറയുമ്പോൾ കടലിലെ വെള്ളത്തിനും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. കടലിൻ്റെ ഒരു ഭാഗമാണ് ഉപ്പ്. അപ്പോൾ ഉപ്പുവെള്ളം തളിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നല്ല പരിധി വരെ നല്ലതാണ് അല്ലേ? നമുക്ക് അല്ലെങ്കിൽ കടലിൽ പോയി മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെ നമുക്കൊരു കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൂട്ടാനായിട്ട് നല്ലതാണ് അല്ലേ? ഏൽക്കാതിരിക്കാനും ഏറ്റാൽ തന്നെ നമുക്കൊരു പരിധി വരെ അതിന് പിടിച്ചിരിക്കാനും ഒക്കെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ശാപങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ശാപങ്ങളുടെ ഫലങ്ങൾ നമ്മൾ ഈ ജന്മത്ത് ആരോ ചെയ്ത ശാപത്തിൻ്റെ ഫലം നമ്മൾ മുൻജന്മങ്ങളിൽ അറിയാതെ കിട്ടിപ്പോയ ചെയ്ത തെറ്റിന് കിട്ടിയ ശാപത്തിൻ്റെ ഫലമൊക്കെ സഞ്ചിത പാപകർമ്മമായിട്ട് വരികയാണ്. അപ്പോൾ അതിന് അത്രയും വലിയ ദോഷങ്ങളുള്ളവരെ നേരെ സമുദ്രസ്നാനത്തിനാണ് നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ പോയി സമുദ്രസ്നാനം ചെയ്യൂ, മുൻജന്മ പാപം നീക്കൂ എന്ന് പറയാറുണ്ട്. പിന്നെ ബ്രാഹ്മണർക്ക് അന്നദാനം കൊടുക്കുന്നത്, അവർ വിഷ്ണു സഹസ്രനാമം ഒരുമിച്ചിരുന്ന് ജപിക്കുമ്പോൾ ചില ചെടികൾ പോലും അതിന് റിയാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് കണ്ണ് കാണാം. അവരുടെ മന്ത്രജപത്തിൻ്റെ റിസൾട്ട് ചെടികൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും. പ്രത്യേക രീതിയിലുള്ള ചെടികളുണ്ട്. തൊഴുകണ്ണി എന്ന് പറയും. അതിന് വേറെ രാമനാമ തുളസി എന്നാണ് പറയണത്. നമ്മൾ ആ ചെടിയുടെ മുമ്പിൽ പോയിരുന്ന് രാമനാമം ജപിച്ചാൽ ചെടി തന്നെത്താനെ കൂപ്പി തൊഴും എന്നാണ് പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ വിഷ്ണു സഹസ്രനാമം 12 പേര് ചേർന്ന് അവർക്ക് കാലുകഴുകി ചൂട്ട് നടത്തിയിട്ട് ഈ 12 പേര് ചേർന്ന് അനുഗ്രഹിക്കുന്നതിന് മുമ്പ് സഹസ്രനാമം ജപിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ സഹസ്രനാമം ജപിക്കുമ്പോൾ ഈ ചെടിയുടെ ആ ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാത്തിനും സാക്ഷിയാണ് പ്രപഞ്ചം. യാഗം നടത്തുമ്പോൾ കണ്ടിട്ടില്ലേ, മഴ പെയ്യുന്ന കണ്ടിട്ടില്ലേ? എന്താ അവർ ചെയ്യുന്നത്? ചില പ്രത്യേക രീതിയിലുള്ള വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, അതുപോലെ സോമലത ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് യാഗം ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എത്ര ഭീകരമാണ്. ഇടിവെട്ടി മഴ പെയ്യല്ലേ യാഗം കഴിഞ്ഞാൽ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടുവരുന്നതല്ലേ? അപ്പം എന്ന് പറയണ പോലെ ഓരോ യാഗങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. പല യാഗങ്ങൾ പല രീതിയിലാണ്. ഓക്കെ. അപ്പം ഇപ്പം മാം നടത്തിപ്പോരുന്ന ജ്യോതിഷ്മതി ആസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് സ്റ്റഡി സെൻറ്റർ, അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? അപ്പം ഈ പഠിക്കണം താല്പര്യമുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അവിടെ ക്ലാസ് ഇപ്പം ആസ്ട്രോളജി നോക്കി കൊടുക്കുന്നു, ഗ്രഹനിലയും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കും. പിന്നെ പഠിപ്പിക്കുന്നതും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അവിടെ? ഗ്രഹനില നോക്കുന്നുണ്ട്, വാസ്തു നോക്കുന്നുണ്ട്, പിന്നെ പ്ലാനുകളൊക്കെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാറുണ്ട്, പിന്നെ താമ്പൂല പ്രശ്നം നോക്കാറുണ്ട്, പിന്നെ ജമോളജി ഉണ്ട്, ഹസ്തരേഖാശാസ്ത്രം എല്ലാം ഉണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ശാഖകളും പഠിച്ചിട്ടുണ്ട്. പിന്നെ ആസ്ട്രോളജി, വേദിക് ആസ്ട്രോളജി മാം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? പഠിപ്പിക്കുന്നുണ്ട്. അപ്പം
ഇപ്പം വേദിക് അസ്ട്രോളജി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഫീസൊക്കെ കുറച്ചിട്ട് ഒരു വലിയൊരു ക്ലാസ് ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ദൂരെയുള്ളവർക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചേരാം. അപ്പോൾ ഒരു ചെറിയൊരു ഫീസ് അടച്ചുകൊണ്ട് അതെ അതെ ഒരു എത്ര മാസം ഇന്ന അതെ ക്ലാസ് എടുക്കുന്നു 8 മാസമാണ് ക്ലാസ്സിൻ്റെ ദൈർഘ്യം. പക്ഷെ അത് ഞാൻ 8 മാസത്തിന് ഫുൾ ഫീസ് വാങ്ങിക്കാതെ കുറച്ച് ഫീസ് കുറച്ചിട്ട് വലിയൊരു ക്ലാസ്സായിട്ട് നടത്തി എല്ലാവർക്കും ഒരു ബോധം, അസ്ട്രോളജിയെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ശ്രമത്തിലും കൂടെ. ജ്യോതിഷത്തിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. പല കാര്യങ്ങളും നമുക്ക് സ്വയം മാറ്റാനും തിരിച്ചറിയാനും പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുക, ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ദൂരെയുള്ളവർ, നമ്മുടെ നാട്ടിന് പുറത്ത് ജീവിക്കുന്നവർ അല്ലേ, അങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ, കുറച്ച് ബേസിക് ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള വശങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് പഠിക്കാം. ജെമോളജി പഠിക്കേണ്ടവർക്ക് ജെമോളജി പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നത്തെക്കുറിച്ച് കവടി പ്രശ്നം പഠിക്കേണ്ടവർക്ക് കവടി പ്രശ്നം പഠിക്കാം. ജാതകം എഴുതാൻ പഠിക്കേണ്ടവർക്ക് ജാതകം എഴുതാൻ പഠിക്കാം. പൊരുത്തത്തിനെ കുറിച്ച് പഠിക്കേണ്ടവർക്ക് പൊരുത്തത്തിനെ കുറിച്ച് പഠിക്കാം. ജാതകം പുസ്തകരൂപേണ അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ടോ? എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെയല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് ലൈഫിൽ. ഉണ്ട്. ഇന്ന ദശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ജാതകം പോലെ അല്ലേ? അങ്ങനെയാണോ? ജാതകം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് 3 രീതിയിൽ എഴുതാൻ പറ്റും. ഒന്ന് ലഘു ജാതകം, വളരെ കുറച്ച് പേപ്പറുള്ളൊരു ഇതിനകത്ത് ഗ്രഹനില, അതിന് അത്യാവശ്യമുള്ള കണക്കുകൾ മാത്രം വരുന്നൊരു ഇതുണ്ട്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫലങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളൊരു ജാതകം. പിന്നെ വിശദമായിട്ടുള്ളൊരു ജാതകമുണ്ട്. വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുന്ന ഓരോ ദശകൾ, ആ ദശയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെ എഴുതി കൊടുക്കുന്ന ഒരു രീതി. 3 രീതിയും ഉണ്ട്. 3നും വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്, ദക്ഷിണയാണ് വാങ്ങിക്കുന്നത്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ മാമിനെ കോൺടാക്ട് ചെയ്യേണ്ട, ഇപ്പം ദൂരെയുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാമല്ലോ. നേരിട്ട് വരണമെന്നില്ലല്ലോ. ചിലരൊക്കെ വിളിച്ച് ചോദിച്ചു, മാമിനെ നേരിട്ട് വന്ന് കാണണോ അല്ലെ കണ്ടാലാണോ ശരിയാവുന്നത്, ഇനി ഫോൺ വഴിയാണെങ്കിൽ ശരിയാവുമോ എന്നൊക്കെ ചിന്തയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാമല്ലോ. വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഗ്രഹനില നോക്കണമെങ്കിലൊക്കെ അങ്ങനെ നോക്കി തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഇപ്പോൾ നേരിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത വിദേശത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊണ്ടോ കൂട്ടുകാരെ കൊണ്ടോ പരിഹാരം ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ കൺസൾട്ടേഷൻ ഉണ്ടാവുമോ? എല്ലാ ദിവസവും കൺസൾട്ടേഷൻ ഉണ്ട്. ഞാൻ എവിടെയെങ്കിലും യാത്രയിലല്ല എന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ഉണ്ട്. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ? രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഞാൻ സാധാരണഗതിയിൽ ഓഫീസിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ദൂരക്കാരൊക്കെ വരുന്ന സമയമാണെങ്കിൽ അവരുടെ ടൈമും കൂടെ പരിഗണിക്കാറുണ്ട്. പിന്നെ ഏലസുകളൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ദുർമന്ത്രവാദം ഏൽക്കാതിരിക്കുക, നേരത്തെ ചോദിച്ചില്ലേ, ദുർമന്ത്രവാദം ഏൽക്കാതിരിക്കുക ചില പ്രത്യേക വേരുകൾ കൊണ്ട് മന്ത്രം ജപിച്ച് ഏലസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതൊരു പരിഹാരത്തിനും മാമിനെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പം ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.